ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. ഇന്നപ്പോൾ ഞാനൊരു ഓട്ടട റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലയൊക്കെ പിന്നെ വാഴയിലയൊക്കെ എടുത്തിട്ട് അതിൽ പരത്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ വാഴയിലൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓട്ടട കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇലയിൽ നമ്മൾ ചുട്ടെടുക്കുന്നത് ആ ഒരു ടേസ്റ്റോടുകൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2-2.5 ഗ്ലാസ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് നമുക്ക് പൊടിയെടുക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നോർമൽ നമ്മുടെ വെള്ളത്തിൽ, ചൂടുവെള്ളമൊന്നും വേണ്ട, തണുത്ത വെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. നമുക്ക് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചതോ നമുക്ക് പൊടിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഉപ്പും പഞ്ചസാരയും മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം. അതുപോലെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സഹായിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും ആവശ്യമാണ്. അതുപോലെ തന്നെ ശർക്കര ആവശ്യമാണ് കേട്ടോ. തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ശർക്കരയൊന്ന് ചീവിയെടുക്കണം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ശർക്കര ആയതുകൊണ്ടുണ്ടല്ലോ നല്ല കട്ടിയായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കത്തി കൊണ്ട് നമ്മൾ എടുത്തിട്ട് പെട്ടെന്നൊന്നും വന്നില്ല. നന്നായിട്ട് നമ്മളുടെ ബലം പിടിച്ചാലേ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാനും കുറച്ച് ചിരണ്ടി, അതുപോലെ തന്നെ രാജേഷേട്ടനും വന്നൊന്ന് സഹായിച്ചു തന്നു കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ജീരകവും അതുപോലെ തന്നെ 3 ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മുടെ അടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തേങ്ങയിൽ ഈ ഏലക്കയും ജീരകവും ഒക്കെ പൊടിച്ച് ചേർക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്കൊന്ന് പരത്തി കൊടുക്കണം. പരത്തി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പരത്തി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് തിന്നാവണ്ടല്ലോ നമ്മുടെ അടയെന്നൊക്കെ പറഞ്ഞാൽ ഒരിത്തിരി കട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശരിക്ക് തിന്നായി പരത്തണ്ട. അപ്പോൾ ആ ഒരു കട്ടിയിൽ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് കട്ടിയിൽ നമുക്ക് പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ നമ്മുടെ മാവിൻ്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് മറിച്ച് അതിൻ്റെ ചെറുതായിട്ടൊന്ന് ആവിയം കൊണ്ട് കഴിയുമ്പോഴേ നമുക്കൊന്ന് തിരിച്ച് ഇടുകയും കൂടി ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മുടെ തേങ്ങയും പഞ്ചസാരയും തേങ്ങയും ശർക്കരയും കൂടിയുള്ള ഫില്ലിങ്ങും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ അട പോലെ തന്നെ നമുക്കൊന്ന് അടച്ചു കൊടുത്ത് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചുട്ടെടുക്കാം. അതിൻ്റെ പുറത്ത് ഇത്തിരി എണ്ണ തൂവിയാലോ അല്ലെങ്കിൽ നെയ്യൊക്കെ തൂവിയാലോ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. നെയ്യൊക്കെ തൂവി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് നമ്മുടെ ഓട്ടട മുരിക്കണ പോലെ തന്നെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഉണ്ടാക്കാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.